മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ എൻ്റെ സുഹൃത്ത് എന്നോട് വന്ന് പറയുകയുണ്ടായി, സർ, എൻ്റെ അടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന ദിവാകരൻ മരിച്ചു. 63 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഞാൻ സുഹൃത്തിനോട് ചോദിച്ചു, ധാരാളം പേര് മരിക്കുന്നുണ്ട്, ഇത് മാത്രം നിങ്ങൾ എന്നോട് വന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇപ്പൊ ദിവാകരന്റെ മരണത്തിന് ഒരു പ്രത്യേകതയുണ്ട് സാറേ. ഞാൻ ചോദിച്ചു, എന്താണ്? ദിവാകരൻ കോടാനകോടി പ്രഭുവാണ്. KSFയില് എത്ര ലക്ഷം രൂപയുടെ ചിട്ടിയാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് ആർക്കും ചിന്തിക്കാൻ സാധിക്കില്ല. എത്ര ഭൂസ്വത്താണ് ഉള്ളതെന്ന് ചിന്താതീതമാണ്. കുറേ കെട്ടിടങ്ങള്, കുറേ അധികം സമ്പത്തിന്റെ മൂർത്തിമത് ഭാവമായ ദിവാകരൻ സമ്പത്തിന് വേണ്ടി മാത്രം ജീവിച്ചൊരു മനുഷ്യനാണ്. കാശുണ്ടാക്കുക, ഒറ്റ പൈസ ചെലവാക്കില്ല. ആ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വൈഫ്, ഭാര്യ, അദ്ദേഹത്തിനെ ഡൈവോഴ്സ് ചെയ്ത് പോയി. ഒരു വളർത്തുകുട്ടി ഉണ്ടായിരുന്നു, അതും വിട്ടുപോയി. 93 വയസ്സായിട്ടുള്ള ഒരു അമ്മ പകുതി ബോധാവസ്ഥയിൽ കിടക്കുന്നു. ഈ ചിട്ടിയും ബാക്കിയുള്ളതുമെല്ലാം അമ്മയുടെ പേരിലാണ്. അമ്മയ്ക്ക് പ്രത്യേകിച്ച് സമകാലീന ചിന്തകളില്ലാത്ത ലെവലില് ഡെത്ത് ബെഡിൽ കിടക്കുന്നു. ഇത്രയും സമ്പത്തുണ്ടാക്കിയ മനുഷ്യൻ ലോകത്തിലെ ഏതെങ്കിലും നന്മയ്ക്ക്, നല്ല കാര്യത്തിന് ഒരു പൈസ പോലും കൊടുത്തതായിട്ട് ആർക്കും അറിഞ്ഞുകൂടാ. പൈസ ഉണ്ടാക്കുക അല്ലാതെ ഒരിക്കലും പൈസ ചെലവാക്കാത്ത ഒരു മനുഷ്യൻ, അതാണ് അദ്ദേഹം. എൻ്റെ അടുത്ത ബന്ധു, എൻ്റെ വലിയച്ഛനും ഏതാണ്ട് അതേപോലെ ആയിരുന്നു. കഞ്ഞിയാണ് കൂടുതലും കുടിക്കുക. ചിലപ്പോൾ ഗോതമ്പ് റവയുടെ ഉപ്മാവ് ഉണ്ടാക്കി കഴിക്കും. എൻ്റെ വലിയച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും വില കുറഞ്ഞ വെജിറ്റബിൾ എന്ന് പറയുന്നത് പാവയ്ക്കയാണ്. അത് കയ്പുള്ളത് കൊണ്ട് ജനങ്ങൾ വളരെ കുറച്ചേ വാങ്ങിക്കുള്ളൂ. എൻ്റെ വലിയച്ഛൻ്റെ വീട്ടിൽ മിക്കവാറും 7 ദിവസവും പാവയ്ക്ക തോരനോ മറ്റോ ആയിരിക്കും പതിവ്. ഏതാണ്ട് 5000-8000 നാളികേരം വീഴുന്ന എൻ്റെ വലിയച്ഛൻ്റെ വീട്ടില് വീടുപയോഗത്തിന് 7 നാളികേരം മാറ്റിവെക്കും, ബാക്കിയുള്ളതെല്ലാം മാറ്റും. 10-40 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്ന വല്യച്ഛന് ഒരു സുപ്രഭാതത്തില് അച്യുതമേനോൻ സാറ്, അച്യുതമേനോൻ എന്ന മുഖ്യമന്ത്രി ഈ കുടികിടപ്പ് അവകാശം കൊടുക്കുകയും ഈ കുടികിടപ്പില് താമസിച്ചിരുന്നവർക്ക് 10 സെന്റ് സ്ഥലം കൊടുക്കുകയും കുടിയാന്മാരെ എല്ലാം ഭൂമി ഉള്ള ജന്മിമാരാക്കി മാറ്റുകയും ചെയ്തപ്പോ എൻ്റെ വലിയച്ഛൻ്റെ 40 ഏക്കറിന്റെ മിക്കവാറും എല്ലാ ഭൂമിയും പോയി. ബാക്കിയുള്ളത് ഈ കുടിയാന്മാരുടെ ഇടയ്ക്കുള്ള ചെറിയ ചെറിയ തുണ്ടുകളായി. അവിടേക്ക് വഴി വയ്ക്കാനും സാധിക്കില്ല, അതൊട്ട് വാങ്ങി വിൽക്കാനും സാധിക്കില്ലാത്ത രീതിയിൽ ജീവിതാന്ത്യം വരെ പാവയ്ക്കാത്തോരനും കഞ്ഞിയും കുടിച്ച് കോടാനകോടി പ്രഭുവായ എൻ്റെ വല്യച്ഛൻ ജീവിച്ചു. ഞങ്ങളോടൊക്കെ സ്നേഹമായിരുന്നെങ്കിലും ആ സമ്പത്തും സ്വത്തും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായില്ല. മറ്റാർക്കും അദ്ദേഹം സാധാരണഗതിയിൽ കൊടുക്കാറുമില്ല. അങ്ങനെ ഒരു ജീവിതം. ദിവാകരൻ മരിച്ചപ്പോഴും ഞാൻ അത് തന്നെയാണ് ചിന്തിച്ചത്. എൻ്റെ സുഹൃത്തിന്റെ വിവരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് ചിന്തിച്ചത്. എനിക്ക് ദിവാകരനെ അറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങളോടും വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു, നമ്മുടെ ജീവിതത്തില് നമുക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കല്ലേ, മറ്റുള്ളവർക്കും വേണ്ടി ജീവിക്കാം. നമ്മൾ സമ്പത്ത് കുന്നുകൂടി വെച്ച് അനുഭവിക്കാൻ പോലും വിധിയില്ലാതെ നമ്മൾ ഉണ്ടാക്കി വെച്ച സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഇനി ഉപയോഗിക്കാൻ പോകുന്നവർ തമ്മിൽ വഴക്കിട്ട് കോടതിയിൽ കയറി ഒരു കുടുംബ ഛിദ്രമുണ്ടാക്കാൻ നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പത്ത് കാരണമാകാതിരിക്കട്ടെ
ഇന്നലെ ടൈംസ് നൗ ചാനലിൽ ഒരു ചെറിയ പരിപാടി കണ്ടു. ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ സുവിശേഷം എന്ന അർത്ഥത്തിലായിരുന്നില്ല അത്. നല്ല ഒരു മനുഷ്യന്റെ ചരിതം. ബാംഗ്ലൂരിൽ ജീവിക്കുന്ന ജോൺ ദേവരാജൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജോൺ ദേവരാജൻ പറഞ്ഞൊരു വരി ഞാൻ ഓർത്തു. ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ടൈം ഫോർ മേക്കിംഗ് മണി. ആ വരി വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ടൈം ഫോർ മേക്കിംഗ് മണി. I can make money. I am healthy. I have got enough knowledge. I am highly qualified. I can go to any company and I can become deputy manager or manager or director and I can make money. But I don't want to make money. അയാൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന എല്ലാ പിള്ളേരെയും ഒരു നല്ല ഷെഡില്, ഭംഗിയുള്ള ഷെഡ്, വൃത്തിയുള്ള ഷെഡിൽ കൊണ്ടുവന്ന് അവരെ സന്തോഷിപ്പിക്കുക, അവരെ ചിരിപ്പിക്കുക, അവരെ പഠിപ്പിക്കുക, അവർക്ക് ആനന്ദത്തിന്റെ പരമകാഷ്ഠയിലെത്തിക്കുക, അവരെ കഥകൾ പറഞ്ഞു കൊടുക്കുക, നല്ല രീതിയിൽ അവരെ വളർത്തുക. അവരിൽ ഒരാളായിട്ടാണ് ഈ ജോൺ ദേവരാജൻ ജീവിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വരി ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ടൈം ഫോർ മേക്കിംഗ് മണി. അങ്ങനെ ആരും പറഞ്ഞത് കേട്ടിട്ടില്ല. മേക്കിംഗ് മണി ഈസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ദി ലൈഫ് എന്ന് പലരും പറയാറുണ്ട്. അത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും കുറേ കുന്നുകൂട്ടി വെക്കുക. വളരുന്ന തലമുറയ്ക്ക് എന്ന് പറഞ്ഞ് എൻ്റെ മകള് സുഖമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് കിലോഗ്രാം കണക്കിന് സ്വർണവും കാറും വീടുകളുമൊക്കെ കൊടുത്ത് മകനെയും മകളെയും ഒക്കെ കെട്ടിച്ചയക്കുക അല്ലെങ്കിൽ കൊണ്ടുവരിക. എന്നിട്ട് ജീവിതത്തിൽ ഒരു പണിയെടുക്കാത്ത രീതിയിൽ ദാരിദ്ര്യത്തിൻ്റെയോ വേദനയുടെയോ വിശപ്പിൻ്റെയോ ദുഃഖമറിയാത്ത രീതിയിൽ മക്കളെ വളർത്തി അന്ത്യത്തിൽ ഈ അച്ഛനെയും അമ്മയെയും നോക്കണമെന്ന ധാരണ പോലും ഇല്ലാത്ത വിധത്തിൽ ഹൈടെക് മക്കളാക്കി മാറ്റുക. അല്ലെങ്കിൽ ആ പൈസ ആർക്കും ഇല്ലാതെ പോകുന്ന രീതിയിൽ എവിടെയെങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ഇട്ട് തിരിച്ചറിയാത്ത രീതിയിൽ വരിക. പൈസയുണ്ട് 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 എന്ന് മാത്രം ചിന്തിച്ച് അത് ചെലവാകരുത് 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 എന്ന് മാത്രം വേവലാതിപ്പെട്ട് പിന്നെ ഞാൻ പണക്കാരനാണെന്ന് പറഞ്ഞ് സന്തോഷിച്ച് എനിക്ക് ആരുമില്ലെങ്കിലും പൈസയുണ്ട്, ജീവിതാന്ത്യത്തിൽ അതെനിക്ക് ഉപകരിക്കുമെന്ന് തെറ്റിദ്ധരിച്ച് ഒപ്പുപോലും ഇടാതെ ചെക്ക് പോലും എഴുതാതെ ആരുടെ പേരിലും എഴുതി വെക്കാതെ പോകുന്ന ആ പൈസകളുടെ പ്രതിനിധിയാണ് ദിവാകരനും. ആ ദിവാകരനെ പോലെ നിങ്ങളാകല്ലേ. വിശക്കുന്നവർക്കും വേദനിക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും വേണ്ടി നിങ്ങൾ കൊടുക്കുക. സാധിക്കുന്നിടത്തോളം കൊടുക്കുക. നല്ല നല്ല സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നവരെ സഹായിക്കുക. അനാഥാലയങ്ങൾക്ക് സംഭാവന ചെയ്യുക, അല്ലെങ്കിൽ അനാഥാലയം തുടങ്ങുക. വിദ്യാലയങ്ങൾക്ക് സംഭാവന ചെയ്യുക. സാധിക്കുന്നിടത്തോളം ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്ത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് കൂടി കാരണമാകുമ്പോഴാണ് സന്തോഷം പങ്കുവെക്കും തോറും കൂടും, ദുഃഖം പങ്കുവെക്കും തോറും കുറയും. ആ സന്തോഷത്തിന് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ജീവിതവും ഒരു മാർഗദർശകമാകട്ടെ മറ്റുള്ളവർക്ക്. മറിച്ച് അവനവന് വേണ്ടി മാത്രം, അവനവന്റെ കാര്യത്തിന് വേണ്ടി മാത്രം ചിന്തിച്ച് ജീവിച്ച ദിവാകരന്റെ ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു, വളർത്തുമകൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കുട്ടികളില്ല. ഉള്ള സ്വത്ത് എഴുതി വെക്കുന്നത് മരണത്തോടടുത്ത് കിടക്കുന്ന അമ്മ അത് തിരിച്ചറിയുന്നുമില്ല. ഇനി ഇദ്ദേഹത്തിന്റെ സഹോദരിമാര് തമ്മിൽ ഈ സ്വത്തിന് വേണ്ടി വഴക്കു കൂടുമ്പോൾ ദിവാകരൻ ജീവിച്ചത് മറ്റുള്ളവർക്ക് പോലും വഴക്കിടാൻ കാരണമാകുന്നു എന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കട്ടെ. നിങ്ങളും സാധിക്കുന്നിടത്തോളം മറ്റ് നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. അമ്പലത്തിലെ വെടിക്കെട്ടിന് വേണ്ടി ഒരു പൈസയും കൊടുക്കാതിരിക്കുക. അമ്പലത്തിലെ സ്വർണ്ണ കൊടിമരവും ശ്രീകോവില് സ്വർണം പൂശലിനും വേണ്ടിയിട്ട് പൈസ ചെലവാക്കാതിരിക്കുക. അമ്പലത്തിലെ ആനകൾക്കും അല്ലെങ്കിൽ ആഡംബരപൂർണമായ അന്നദാനത്തിനും വേണ്ടി പൈസ ചെലവാക്കാതിരിക്കുക. നിങ്ങളുടെ പൈസ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും വേണ്ടിയുള്ളതാവട്ടെ. ആ കർമ്മത്തിൽ ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നിരന്തരം മുഴുകിയിരിക്കുമ്പോൾ അതിൻ്റെ ആത്മസംതൃപ്തിയും സന്തോഷവും നേരിട്ടറിയാൻ സാധിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ നമുക്കൊരുമിച്ച് വേദനിക്കുന്നവരെയും വിശക്കുന്നവരെയും അനാഥരെയും വൃദ്ധരെയും രോഗികളെയും
ധന്യമായ പന്താവിലൂടെ നയിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ അഭ്യർത്ഥിക്കുന്നത്. പ്രണാമം. നമസ്കാരം.